എന്തായാലും വന്ദനെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ മഹാഭാഗ്യവാനാ. ഇത്രയും രുചികരമായ ചായ അയാൾക്ക് എന്നും കുടിക്കാമല്ലോ. അല്ല, വന്ദനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടും വന്ദന ദേഷ്യപ്പെട്ടാണല്ലോ പോയത്. അതെന്താ അങ്ങനെ? അത് മോനെ, നിനക്ക് വന്ദനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അറിയില്ലല്ലോ. കോടീശ്വരനായ രാജീവുമൊത്തുള്ള അവളുടെ വിവാഹം ഉറപ്പിച്ചതാ. പക്ഷേ കാർ ആക്സിഡന്റിൽ രാജീവ് മരിച്ചതോടെ ആ വിവാഹം മുടങ്ങി. രാജീവിന്റെ ആദ്യ ഭാര്യയിലുള്ള മകളാ ദിയ. ആ ദിയ മോളെ വന്ദന ഏറ്റെടുത്ത് സ്വന്തം മോളെ പോലെ വളർത്തുക. ഹരിത പറഞ്ഞ് കാര്യങ്ങൾ ഏറെക്കുറെ എനിക്കറിയാം. എന്നാ നീ മനസ്സിലാക്കാത്തൊരു പ്രധാന കാര്യമുണ്ട്. ഈ ജന്മം ഇനി അവൾക്കൊരു വിവാഹമേ വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനത്തിലാ വന്ദന. അതുകൊണ്ടാ മോനെ അവളുടെ ഭർത്താവ് ഒരു മഹാഭാഗ്യവാനാന്ന് മോൻ പറഞ്ഞപ്പോ അവള് ദേഷ്യപ്പെട്ടു പോയത്. അവൾക്ക് വിവാഹമേ വേണ്ടെന്നാ പറയുന്നത്. ഇനി വന്ദനെ കുറിച്ച് ഒരു കാര്യം കൂടി മോൻ അറിഞ്ഞിരിക്കണം. മരണപ്പെട്ട രാജീവിന്റെ വിൽപത്രത്തില് അയാളുടെ കോടിക്കണക്കിന് സ്വത്തിന്റെ സൈനിങ് അതോറിറ്റിയായി വച്ചിരിക്കുന്നത് വന്ദനയാണ്. എന്നിട്ട് ആ സ്വത്തുക്കളെല്ലാം വന്ദന രാജീവിന്റെ സഹോദരി രാഖിക്ക് വിട്ടുകൊടുത്തു. അതിനു പകരം ദിയമോളെ ഏറ്റെടുത്ത് വളർത്തുകയാ. കോടിക്കണക്കിന് സ്വത്തിനേക്കാൾ ദിയമോൾക്ക് വില കൽപ്പിക്കുന്നവളാ എന്റെ മകള്. ദിയമോള് വണ്ടിയിൽ നിന്ന് വീണെന്ന് കേട്ടപ്പോഴാണ് വന്ദന മോന്റെ ചകിട്ടത്തടിച്ചത്. അത് ഒരു തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? ക്ഷമിക്കണം അച്ഛ. ഇപ്പോഴാ വന്ദന ആരാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. കോടിക്കണക്കിന് സ്വത്തുക്കളെക്കാൾ വലുത് താൻ പ്രസവിക്കാത്ത ഒരു പെൺകുട്ടിക്ക്, വന്ദനയുള്ള മനസ്സുള്ള ഒരു പെൺകുട്ടി ഈ ലോകത്തുണ്ടാവില്ല അച്ഛ. വിഷമിക്കാതമ്മേ. ഈ ജന്മം വിവാഹമേ വേണ്ടെന്ന വന്ദനയുടെ തീരുമാനം, അതിന് പിന്നിൽ ദിയമോളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണെന്ന് എനിക്ക് മനസ്സിലായി. ദിയമോളെ സ്വന്തം മോളെ കരുതുന്ന ഒരാള് വന്ദനെ വിവാഹം കഴിക്കാൻ വന്നാൽ വന്ദനേച്ചിയുടെ വിവാഹം നടക്കും. അങ്ങനൊരു സന്മനസ്സുള്ള ആള് വരുമോ? വരണമല്ലോ. ഒരു പെണ്ണിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവം അവൾക്ക് പറ്റിയൊരു പയ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അത് ഒരു പ്രപഞ്ച നിയമ അല്ലേ മുത്തശ്ശി? ഒരു കടലോളം സ്നേഹം വന്ദനയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിന് ഒരു കടുകോളം അനുഗ്രഹം ദൈവം കൊടുക്കാതിരിക്കുമോ? സമയമാവുമ്പോ വന്ദനയ്ക്ക് അങ്ങനെ ഒരാൾ വന്നിരിക്കും. ശരി, എന്നാ ഞാൻ ഇറങ്ങുവാ.
അവളെന്തോ തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. IAS കാര്യമാവാനായിരിക്കും ശ്രമം. വിക്രം, എനിക്ക് എല്ലാമായി എൻ്റെ ഭർത്താവും എൻ്റെ ഭാഗ്യം. എന്താ നിർത്തിക്കളഞ്ഞത്? ഈ ചിത്രം ആരുടേതാണെന്ന് മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതെ കൊച്ചു കുട്ടികൾ പോലും വിളിച്ചു പറയും ഇത് എന്റെ ചിത്രമാണെന്ന്. അത്രയ്ക്ക് പെർഫെക്റ്റാ. മതി, ഈ അംഗീകാരം മാത്രം മതി എനിക്ക്. വർഷം ഡ്രോയിങ് പഠിച്ചിട്ടുണ്ടോ? ഞാനൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇത്ര മനോഹരമായി വരയ്ക്കാൻ പറ്റുന്നു? ഏട്ടന്റെ രൂപം സദാസമയവും എന്റെ മനസ്സിലെങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. ആ വിശാലമായ നെറ്റി, പുരികം, ഉണ്ട കണ്ണുകൾ, ശംഖ് കടഞ്ഞെടുത്ത പോലുള്ള കഴുത്ത്. അയ്യോ മതി മതി മതിയേ, ദേ ഞാനങ്ങ് പറന്നു പോവും. അതല്ലേട്ടാ, ഞാൻ സത്യം പറയാം. ഈ രൂപം ഓർത്തോണ്ട് ഒരു ബ്രഷോ പെൻസിലോ കയ്യിലെടുത്താ മതി, പേപ്പറില് ഏട്ടന്റെ രൂപമായി അത് പടർന്നിറങ്ങും. കൊള്ളാം. ഞാനും മനസ്സിന്റെ കടലാസിൽ സ്വപ്നത്തൂലിക കൊണ്ടൊരു ചിത്രം വരച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവളുടെ ചിത്രം. അയ്യോ ടെൻഷൻ അടിക്കണ്ട. രവിവർമ്മ ചിത്രങ്ങൾ പോലെ ഞാൻ മനസ്സിൽ വരച്ചിട്ട ആ മുഖത്തിന് ഈ മുഖത്തിന്റെ ഛായ. പക്ഷേ വർഷയുടെ ജന്മസിദ്ധമായ കഴിവ് കണ്ടിട്ട് എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഇത് കഴിവ് മാത്രമല്ല, ആ മനസ്സിൽ ഞാൻ എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാ. ഏട്ടാ വേണ്ട, വെറുതെ ഓരോന്ന്. വെറുതെ അല്ല, നീ അത്രത്തോളം എന്നിലൊരു ഭ്രാന്തായി മാറിക്കഴിഞ്ഞു. പ്രണയത്തിന്റെ മുഴുവട്ട്. പ്രണയത്തിന്റെ മുഴുവട്ടോ? അത് നല്ല പ്രയോഗം. യെസ്. എനിക്ക് നിന്റെ ഈ കണ്ണുകളിലേക്ക് നോക്കി. മതി. ഇനിയും പറഞ്ഞ പ്രണയിച്ച് കൊതി തീരാത്ത ഒരു അപ്സരസായി മാറും ഞാൻ. പിന്നെ എന്നെ കാണണമെങ്കിൽ ഏട്ടൻ ആകാശത്തിലൂടെ പറന്ന് പറന്ന് നടക്കേണ്ടി വരും. ആകാശത്തിലെന്നല്ല, പാതാളത്തിലായാലും നിന്നെ തേടി വരും. പക്ഷേ നാളെ പരീക്ഷയാണെന്ന കാര്യം മോള് മറന്നോ? എന്താ പഠിച്ചോണ്ടിരിക്കുകയാണോ? പക്ഷേ മാധവ, നീ ആരെയാ വിളിക്കുന്നേ? നാളെ പരീക്ഷയാണെന്നുള്ള കാര്യം അവള് മറന്നിരിക്കുക.
വർഷ ഇതെവിടെ പോയി ചന്ദ്രു? വർഷ കല്യാണം കഴിഞ്ഞു പോയ കാര്യം നീ മറന്നോ മാധവ? ഓ ഞാനതങ്ങ് മറന്നു. അയ്യോ, ആ വയസ്സായി വരികയല്ലേ, ഓരോരോ ഓർമ്മ പശകള്. ആ നീ പേടിക്കൊന്നും വേണ്ട, പെട്ടെന്നൊരു ഓർമ്മ പശക് വന്നു, ഇപ്പൊ അതങ്ങ് മാറി. വർഷയുടെ വിവരം വല്ലതുണ്ടോ? അവള് വിളിച്ചായിരുന്നോ? ഇല്ല, വർഷ ഇങ്ങോട്ട് വിളിക്കാറില്ല, ഇവിടുന്ന് ആരും അങ്ങോട്ടും വിളിക്കാറില്ല. ആ അങ്ങനെ കൂടുതൽ വിളിക്കാനൊന്നും വേണ്ട. വിക്രം എപ്പോഴും തിരക്കില. കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡിവിഷന്റെ ചുമതലയുള്ള വർഷമോളും തിരക്കിലായിരിക്കും. ശരിയാ. കൂടെ കൂടെ വിളിച്ച് ശല്യം ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഉപകാരം. അതെ. ആ വിവാഹം കഴിഞ്ഞു പോയിട്ട് അവളെ വീട്ടിൽ പോയി കാണാനോ അവളുടെ വീട് കാണാനോ പറ്റിയിട്ടില്ല. അതിനിപ്പോ അങ്ങോട്ട് പോണമെന്നില്ല, വർഷയ്ക്കൊരു വീഡിയോ കോൾ ചെയ്താൽ മതി. അവളോട് സംസാരിക്കുകയും ചെയ്യാം, വീടും കാണാം. എത്ര തിരക്കാണെങ്കിലും വിളിക്കേണ്ട കാര്യത്തിന് വിളിക്കണ്ടേ? പരീക്ഷയുടെ കാര്യം വർഷ എന്തായാലും ഓർമ്മിപ്പിക്കണം. അവൾ ഉഴപ്പാൻ പാടില്ലല്ലോ. ഒന്ന് വിളിക്കാം അല്ലേ അച്ഛാ? മോള് വിളിച്ചോ? വന്ദനേച്ചിയാണല്ലോ. ആ ചേച്ചി, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ വിശേഷങ്ങളൊന്നും നീ അറിയണ്ട, എനിക്ക് നിന്റെ വിശേഷങ്ങൾ കേട്ടാ മതി. നീ എന്തെടുക്ക അവിടെ? ഏട്ടൻ കുളി കഴിഞ്ഞ് വരുമ്പോ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. നാളെ നിനക്ക് എക്സാം ആണെന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. ഓർമ്മയുണ്ട് ചേച്ചി, എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. എത്ര തിരക്കാണെങ്കിലും നാളെ എക്സാമിന് പോകുന്നുണ്ട്. നിന്റെ ഭർത്താവ് പഠിക്കാനൊക്കെ സമ്മതിച്ചോ? സമ്മതിച്ചു. പുറത്തൊന്നും പോവാതെ എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാ ഏട്ടൻ പറഞ്ഞേ. സന്തോഷം. ഞാനിതേ അച്ഛന്റെ കയ്യിൽ കൊടുക്കാം, അച്ഛൻ അടുത്തുണ്ട്. ഹലോ മോളെ. ആ അച്ഛാ. നീ ഇപ്പൊ വിളിക്കാറില്ലല്ലോ. ആ തിരക്കൊണ്ടായിരിക്കും അല്ലേ? അല്ല അച്ഛാ, എക്സാമിന്റെ ടെൻഷൻ ഉണ്ട് എനിക്ക്. കല്യാണം കഴിഞ്ഞ് പോയത് ഓർക്കാതെ മോള് വീട്ടിലുണ്ടെന്നുള്ള ധാരണയില് പലപ്പോഴും ഉറക്കം നിന്റെ പേര് വിളിച്ചോണ്ട് അച്ഛൻ വീട്ടിലേക്ക് വരാറ്. നിന്റെ അമ്മയും എന്റെ അമ്മയും ഒക്കെ എനിക്ക് ശരിക്കും വട്ടാണെന്ന് വിചാരിച്ചിരിക്കുക. ഇളയ കുട്ടിയായ എന്നോട് അച്ഛന്റെ സ്നേഹം ഇത്തിരി കൂടുതലാ. എന്ന് വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിച്ച് അവരെ പേടിപ്പിക്കരുത്. അച്ഛാ, ഞാനൊന്ന് സംസാരിക്കട്ടെ? ആ ഇവിടെ നിന്നോട് സംസാരിക്കാൻ വേണ്ടി പിടിവലി നടക്കുക. ഫോൺ ഞാൻ സുചിത്രയ്ക്ക് കൊടുക്കാം. ഹലോ വർഷേ. ആ പറയട്ടെ. ഇപ്പോ നിങ്ങളുടെ ഹണിമൂൺ കാലമാണെന്ന് അറിയാം. എന്റെ പൊന്നു മോളെ, മധുവിധുവിന്റെ ലഹരിയില് ദയവേത് പഠിത്തമൊന്നും ഉഴപ്പിക്കളയരുത്. എത്ര പണം ഉണ്ടായാലും ഇന്നത്തെ കാലത്ത് പെണ്ണിനൊരു ജോലി അത്യാവശ്യം. ഇല്ല ഏട്ടത്തി, ഞങ്ങള് ഹണിമൂണിനൊന്നും പോകുന്നില്ല. പഠിത്തത്തില് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വീട്ടിൽ ഒറ്റ ഇരിപ്പാ. നന്നായി. എത്ര കാശുണ്ടായാലും സ്വന്തമായി 10 അക്ഷരം പഠിച്ച് ഡിഗ്രി എടുക്കുന്നതില് പ്രത്യേകിച്ചൊരു വെയിറ്റാ. അത് നീ മറക്കരുത്. വർഷേ, നിന്റെ അച്ഛമ്മ ദേ ഫോണിന് വേണ്ടി ബഹളം ഉണ്ടാക്കുക. ഞാൻ എന്താ അച്ഛമ്മയ്ക്ക് കൊടുക്കാം. ഹലോ അച്ഛമ്മേ. മോളെ, പഴംപുരാണ കെട്ടൊക്കെ അഴിച്ച് ആർക്കാ കത്തി വെച്ചോണ്ടിരിക്കുന്നേ? ഓടി അവിടുന്ന്. എവിടെ വിക്രം? ഞാൻ അവന്റെ സ്വന്തം മുത്തശ്ശിയ അമ്മയാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നെ ഒന്ന് വിളിക്കുന്ന പോലും ഇല്ലല്ലോടി. അയ്യോ അച്ഛമ്മേ, ഏട്ടന് തിരക്കോട് തിരക്കാ. എന്ത് തിരക്കാ? എന്ത് തിരക്കായാലും എന്റെ ആഗ്രഹം നീ അവനോടൊന്ന് പറഞ്ഞേക്കണേ. ആഗ്രഹം എന്താണെന്ന് പറ, കേക്കട്ടെ. അതെ, എനിക്ക് തലയെ തേക്കാനേ ഒരു 5 കുപ്പി ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ വേണേ.
എത്രയും പെട്ടെന്ന് സാധനം ഇവിടെ എത്തിച്ചിരിക്കണം. പറയാം. അമ്മേ, ഇനി ഞാൻ എന്റെ മോളോടൊന്ന് ഇപ്പൊ സംസാരിക്കട്ടെ. തരുന്നില്ല. ഓ ഒന്ന് താ അമ്മേ. ഓ എന്നാണ് പിടി. മോളെ, ആ അമ്മേ, ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് വരണ്ടേ? നിന്റെ വീടും സുഖസൗകര്യങ്ങളും ഒക്കെ നേരിട്ട് കാണാൻ അമ്മയ്ക്കും ആഗ്രഹമില്ലേ? എപ്പോഴാ ഞങ്ങള് വരണ്ടേ? ശരി മോളെ, എന്താ എന്താ പറഞ്ഞേ? വീഡിയോ കോള് വിളിക്കാന്ന്. ആ ഇങ്ങ് തന്നെ. ആ കോളൊന്നുമില്ല. ഇതാ ഞങ്ങൾ താമസിക്കുന്ന വീട്. ഇങ്ങോട്ട് മാറിക്കടി, ഞാനൊന്ന് കാണട്ടെ. ആ. ഇങ്ങോട്ട് മാറിയില്ല. ഇതാ മെയിൻ ഹാള്. ദാ, ഇത് ഡൈനിങ്. ഇനി ബെഡ്റൂം കാണിച്ചു തരാം. ഇതാ മാസ്റ്റർ ബെഡ്റൂം. ഇതുപോലെ മുകളിലത്തെ ഫ്ലോറിലും 4 കൂടിയുണ്ട്. പിന്നെ വിശാലമായ കിച്ചൺ, ഡൈനിങ്, ലിവിംഗ് റൂം. വീടിന്റെ ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു റബ്ബർ തോട്ടവും. ദേ, മരുമോൻ വന്നിട്ടുണ്ടെന്ന് അച്ഛനോട് പറയേ. ഫോൺ ഞാൻ ഏട്ടനെ കൊടുക്കാം. ആ അച്ഛാ, എന്തുണ്ട് വിശേഷം? മോനെ നല്ല തിരക്കാണെന്നറിയാം. ഇവിടെ ഉള്ളവരും വല്ലാതെ തിരക്ക് പിടിച്ചിരിക്കുക. മോന്റെ വീട്ടിൽ വന്ന് മോനെയും വർഷയെ ഒന്ന് കാണാനായിട്ട്. മോന്റെ വീട് വീഡിയോയിൽ ഞങ്ങൾ കണ്ടു. അതും വീടൊന്നുമല്ല, കൊട്ടാരമല്ലേ. ആ അതൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി മോൻ ക്ഷണിക്കാൻ കാത്തിരിക്കുക ഞങ്ങളെല്ലാരും. അയ്യോ അച്ഛാ, ക്ഷമിക്കണം. ആ ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നല്ല, തിരക്കോട് തിരക്കാം. ആ ഫ്രീ ആയാലുടൻ നിങ്ങളെല്ലാവരെയും ഞാൻ വിളിക്കും. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ സുഖമായിട്ട് കഴിയാം. പോരെ? അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നിരിക്കും. ആ. എന്റെ തിരക്കൊന്ന് കുറയുന്നതുവരെ കുറച്ച് സമയം എനിക്ക് തരണം. അതുപോലെ അച്ഛാ. മതി മോനെ, ധാരാളം മതി. അച്ഛന് തൃപ്തിയായി. മോനെ, വർഷയോട് പരീക്ഷ നന്നായി പഠിച്ചെഴുതാൻ പറയണം കേട്ടോ. ഓ ശരി അച്ഛാ. വന്ദന ചേച്ചിയും ദിയമോളെയും പ്രത്യേക അന്വേഷിച്ചതായി പറയണം. ആ പറയാം. അച്ഛനെയും വീട്ടിലുള്ളവരെ നന്നായി സുഖിപ്പിച്ച് തന്നെയാണല്ലോ സംസാരിച്ചേ. അതെന്റെ സാമാന്യ മര്യാദ. പക്ഷെ വീഡിയോയിലൂടെ എന്റെ വീട് മറ്റുള്ളവരെ കാണിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. മറ്റുള്ളവരോ? എന്റെ അച്ഛനമ്മമാരും കുടുംബാംഗങ്ങളും ഒക്കെ ഏട്ടന് വെറും മറ്റുള്ളവരായി പോയോ? അതെ, എന്റെ സ്വകാര്യത പരമാവധി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. എനിക്കുള്ളതൊന്ന് കാഴ്ച വസ്തുവാക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്തായിട്ട് എങ്ങനെയൊക്കെ? എന്റെ വീട്, നിന്റെ വീട് എന്നൊക്കെയുണ്ടോ? നമ്മൾ ഒന്നല്ലേ? ഞാൻ ഏട്ടന്റെ ഭാര്യയാകുമ്പോ ഈ വീട് എന്റെയും കൂടെ അല്ലേ? വർഷ, നമ്മുടെ പ്രൈവസിയിൽ മറ്റാരും. സോറി, ഇനി ഞാൻ ചെയ്യില്ല. സോറി വർഷേ. വർഷയ്ക്കറിയാലോ, ഞാൻ ആരോരും ഇല്ലാതെ വളർന്നവനാ. സ്നേഹം എന്താണെന്ന് അറിയുന്നത് തന്നെ വർഷയെ കണ്ടതിന് ശേഷമാണ്. എനിക്ക് വർഷയുടെ സ്നേഹം മുഴുവനായിട്ടും വേണം. അത് വർഷ ആരുമായി പങ്കിടുന്നത് എനിക്ക് സഹിക്കില്ല. അതിന് സഹോദരങ്ങളായിട്ടാണെങ്കിലും അച്ഛനും അമ്മയായിട്ടാണെങ്കിൽ പോലും. മോളെ, എന്നോട് ക്ഷമിക്കണം. ഒരു അനാഥനായി വളർന്നതിന്റെ പോരായ്മയായിരിക്കും ഇതൊക്കെ. എന്റെ ലോകം നീയാ, നീ മാത്രം. ഈ ലോകത്ത് എനിക്ക് ആകെയുള്ള ബന്ധു നീയാ. എന്നോട് ക്ഷമിച്ചൂടെ നിനക്ക്? നീ ഇല്ലാത്ത ഒരു നിമിഷം പോലും
ഞാൻ ഈ ലോകത്ത് ഞാൻ പോയി ഡിന്നർ ഉണ്ടാക്കാം. ഏയ്, ഇങ്ങ് വാ. വേണ്ട മോളെ, നിനക്ക് എക്സാം അല്ലേ, നീ പോയിരുന്ന് പഠിക്ക. ഇന്നത്തെ ഡിന്നർ ഞാൻ ഉണ്ടാക്കും. അയ്യോ, അതൊന്നും വേണ്ട ഏട്ടാ, ഞാൻ ചെയ്തോളാം. എന്റെ വർഷമോള് പഠിച്ചാ മാത്രം മതി. ആഹാരമൊക്കെ ഇന്ന് വിക്രം സ്പെഷ്യൽ. ഓക്കെ? ചെല്ല്, പോയി പഠിക്ക്. ചെല്ല്, നല്ല കുട്ടിയല്ലേ. ചെല്ല്.